ഹായ് ഗൈസ്, നമസ്കാരം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ സുലഭമായി കിട്ടുന്ന ഫ്രൂട്ടാണല്ലോ ചാമ്പയ്ക്ക. പുളിപ്പും മധുരവുമാണ് ചാമ്പയ്ക്കയുടെ രുചി. നിങ്ങൾ എത്ര പേര് ഇത് ചാമ്പയ്ക്ക കഴിച്ചിട്ടുണ്ട്? ചിലർക്കാണെങ്കിൽ ചാമ്പയ്ക്ക അത്രയ്ക്ക് ഇഷ്ടമല്ല. എന്നാൽ ചാമ്പയ്ക്കയുടെ ഔഷധ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ കഴിക്കാതിരിക്കാൻ സാധ്യതയില്ല. ചാമ്പയ്ക്കയുടെ ഗുണങ്ങളിൽ ഒന്നാമതെന്ന് വെച്ചാൽ ശരീരത്തിലെ ചൂട് കുറയ്ക്കുക. ഇപ്പം നല്ല ചൂട് കാലമാണല്ലോ, ചാമ്പയ്ക്ക ഇഷ്ടം പോലെ കഴിച്ചോളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ഒന്നാമത് ശരീരത്തെ ചൂട് കുറയ്ക്കുക. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ പ്രമേഹ രോഗികളിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക. പിന്നെ ശരീരത്തിന് ആവശ്യമായ ജലാംശം നൽകുക, ദഹനത്തെ സഹായിക്കുക. പിന്നെ തടിയുള്ളവർക്കാണെങ്കിൽ അതിനെ തടി കുറയ്ക്കാൻ സഹായിക്കുന്ന ഫൈബർ നാരുകൾ അടങ്ങിയിരിക്കുന്നു. വിറ്റാമിൻ എ, വിറ്റാമിൻ സി എന്നിവ ധാരാളം അടങ്ങിയതിനാൽ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതിനാൽ ചാമ്പയ്ക്ക കഴിച്ചിട്ടില്ലാത്തവർ കഴിച്ച് നോക്കിക്കോളൂ. ഇന്ന് തന്നെ കഴിച്ചോളൂ, അല്ലെ വീട്ടിൽ ഒരു ചാമ്പത്തൈ കൊണ്ട് നട്ടോളൂ. ഓക്കെ. കാൽഷ്യം ചാമ്പയ്ക്കയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. ആരോഗ്യ ഗുണങ്ങൾ ഏറെയുണ്ട്. ചാമ്പയ്ക്കയിൽ അല്പം പഞ്ചസാരയും വെള്ളവും ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കി ഉപയോഗിക്കാം. നമുക്ക് വേനൽക്കാലത്ത് കുടിക്കാൻ ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചാമ്പയ്ക്ക പറിച്ചിട്ട് അതിനകത്ത് കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഇളക്കി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. ചാമ്പയ്ക്ക പിന്നെ നമുക്ക് സലാഡ് ഉണ്ടാക്കാൻ പറ്റും. ചാമ്പയ്ക്ക പറിച്ചിട്ട് അത് വാഷ് ചെയ്യുക. അതിനുശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുളക് പൊടിയും ഉപ്പും ചേർത്തിളക്കി ഉപയോഗിക്കുക. കുട്ടിക്കാലത്ത് ഈ ചാമ്പയ്ക്ക കട്ടുപറിച്ചതിന് വഴക്ക് കേട്ടവർ ഈ വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പ്ലീസ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലുള്ള ഏറെ ഔഷധ ഗുണമുള്ള ഈ ഫ്രൂട്ട് ഉപേക്ഷിച്ചിട്ട് വില കൂടിയ ആപ്പിളിൻ്റെയും പിന്നെ മിറക്കിൾ ഫ്രൂട്ട്, പിന്നെ അങ്ങനെയുള്ള പല പേര് പറയാൻ പറ്റാത്ത അത്ര ഫ്രൂട്ടുകൾ അതിൻ്റെ പുറകെ പോകുന്നവരാണ് നമ്മളിലേറെ പേരും. പിന്നാലെ പോകുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷേങ്കിൽ ഔഷധ ഗുണമുള്ള ഈ ചാമ്പയ്ക്ക ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പല അസുഖങ്ങളെയും തടയാൻ കഴിയും. പക്ഷേ ഈ കൊച്ചു ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണങ്ങളെ പറ്റി കേട്ട് കഴിഞ്ഞാൽ ഒറ്റ ഫ്രൂട്ട് പോലും ആരും വെറുതെ കളയില്ല. ചാമ്പങ്ങ, പുള്ളിച്ചാമ്പങ്ങ എന്നീ പേരുകളിൽ ചുമപ്പ്, വെള്ള, പിങ്ക് കളറുകളിൽ കാണപ്പെടുന്നു. ജലാംശമുള്ള ഫ്രൂട്ട് ഈ ഫ്രിഡ്ജിലേറെ കാലം ഇത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു കേടും സംഭവിക്കില്ല. വിത്ത് വഴി ഉണ്ടാകുന്ന ചാമ്പ തൈകൾക്ക് അധികം കെയറിങ് ഒന്നും ആവശ്യമില്ല. ജലാംശം കൂടുതലുള്ളതിനാൽ ശരീരത്തിൽ നിന്നുള്ള ജലനഷ്ടം ഇത് പരിഹരിക്കും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാകുമ്പോൾ നമുക്ക് കഴിക്കാം. പിന്നെ ഇത് കഴിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകത്തില്ല. സ്ഥിരമായി ചാമ്പയ്ക്ക കഴിച്ച സ്ത്രീകളിൽ സ്ഥാനാർബുദം വരാനുള്ള സാധ്യത 0% എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പനി കുറയാനാണെങ്കിൽ ഈ ചാമ്പയ്ക്കയുടെ പൂവ് കഴിച്ചാൽ മതി, പനി പെട്ടെന്ന് കുറയും. ചാമ്പയ്ക്കാണ് പ്രമേഹത്തെ നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കുന്നു. വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ കരൾ, കണ്ണ്, മുടി എന്നിവയുടെ ആരോഗ്യത്തിനും നല്ലതാണ്. പിന്നെ ഈ ഡയറ്റിംഗ് ചെയ്യുന്നവർക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പല്ലിൻ്റെ, എല്ലിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ചാമ്പയ്ക്കായും തേനും ഏലക്കാപ്പൊടിയും ചേർത്ത് നമുക്ക് ചാമ്പയ്ക്ക ഷേക്ക് ഉണ്ടാക്കി കഴിക്കാം. വെറുതെ ചാമ്പയ്ക്ക പറിച്ച് കഴിക്കുന്നവരുണ്ട്. നല്ല മധുരമുള്ള ചാമ്പയ്ക്കയുണ്ട്, ചില ചാമ്പയ്ക്കയ്ക്ക് പുളിയാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഈ ചാമ്പയ്ക്ക വെറുതെ കളയല്ലേ. അത് പറിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയോ അല്ലെങ്കിൽ കഴിക്കുകയോ ചെയ്യുക. അല്ലാതെ കടയിൽ നിന്ന് കിട്ടുന്ന വിഷം ചേർത്ത ഫ്രൂട്ട് കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വിഷം ചേർക്കാതെ ഈ ഫ്രൂട്ട് കഴിക്കുന്നതല്ലേ.
ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ഈവനിങ്.